ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ ക്ലാസ് 11ലെ സിലബസാണ്. ഫസ്റ്റ് നമുക്കൊന്ന് സിലബസ് നോക്കാം. കാരണം എപ്പോഴും നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മിക്കവാറും ടീച്ചർമാരൊക്കെ എന്താ ചെയ്യുക, ഒരു ചാപ്റ്റർ അങ്ങ് തുടങ്ങും. എന്താ ആ ചാപ്റ്ററിൽ നടക്കണേ, എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ പോണത്, ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. എന്തൊക്കെയോ കുറേ കഴിയുമ്പോൾ എന്തൊക്കെയോ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ നമുക്കൊരു ഐഡിയ എന്തൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റർ എന്നൊക്കെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റർ ബേസിക്കലി പഠിപ്പിക്കണത്, നമ്മൾ എന്താണ് ഈ ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാവണത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ നോക്കാം ഫസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഫിസിക്സിൻ്റെ 11ലെ പാർട്ട് 1 ടെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റിൽ 7 ചാപ്റ്ററാണ് ഉള്ളത് അല്ലേ. ഇതാണ് ചാപ്റ്റർ എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ് പറയണത്. നമുക്കിപ്പോൾ ബേസിക്കലി ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ ഒക്കെ കിട്ടാനുള്ള അറിവ് നമുക്കുണ്ട്. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ട് എന്താണ് നമുക്ക് ഒരു ലെങ്ത് മെഷർ ചെയ്യാം അല്ലേ. നമ്മുടെ വെയിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാം. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല, അതേമാതിരി വെയിങ് മെഷീൻ വെച്ചിട്ട് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും അത് രണ്ടും ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിന് ഓരോ യൂണിറ്റ്സ് ഉണ്ടാവും. ആ യൂണിറ്റ്സിനനുസരിച്ച് അതിനൊരു മെഷറിങ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. ആ ഇൻസ്ട്രുമെന്റിന് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഡെപ്തിലായിട്ട് നമ്മൾ എന്തൊക്കെ യൂണിറ്റുകളുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എത്രയാണ്, എത്ര ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വേണം, അതിന്ന് പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാവും, പിന്നെ സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ട്, പിന്നെ ഈ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ എററൊക്കെ വരും അല്ലേ. നമ്മളിപ്പോൾ സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പല എറേഴ്സ് ഉണ്ടാവും. പിന്നെ ആ ഇൻസ്ട്രുമെന്റ് കാരണം പല എറേഴ്സും വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ എറേഴ്സും എല്ലാം ഉണ്ടാവും. അതിനെയൊക്കെ പറ്റി പഠിക്കണതാണ് ഈ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം മെഷർ ചെയ്യാൻ ഫസ്റ്റ് പഠിക്കണ്ടേ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ബോൾ എടുത്തു എറിഞ്ഞു അല്ലെങ്കിൽ ഉരുട്ടി വിട്ടു, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബോൾ ഇങ്ങനെ മൂവ് ചെയ്തു, എത്രയോ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇത് എത്ര ദൂരം മൂവ് ചെയ്തു എന്ന് നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് മനസ്സിലാവുക, അത് നമ്മൾ മെഷർ ചെയ്യാൻ നോക്കണം അല്ലേ. നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ എടുത്തിട്ട് അളന്നിട്ട് പറയണം, ഇതിപ്പോൾ എത്രയാണ് 1 മീറ്റർ മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് മെഷർമെന്റ് തന്നെ പഠിക്കണം. എങ്ങനെ മെഷർ ചെയ്യണം എന്ന് പഠിക്കണ്ടേ, എന്നാലേ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഓരോ നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ഫിനോമിനയിലും പല മെഷർമെന്റ്സും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുക. ഇപ്പം നമ്മളിപ്പോൾ മെഷർമെന്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു ബോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ എങ്ങനെ പോകും, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഇപ്പം നമ്മൾ ഓടണമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഓടാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഓടുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബോൾ ഉരുട്ടി വിടലായിരിക്കും ഒരു ഏറ്റവും കോംപ്ലിക്കേഷൻ കുറഞ്ഞ പ്രോസസ്സ് അല്ലേ. ഇപ്പൊ ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോണത് നമുക്കറിയാം, ഇതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ടേ പോവുള്ളൂ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു ട്രെയിൻ ഒരു ട്രാക്കിലൂടെ പോവുകയാണ്, നമുക്കറിയാം ആ ട്രെയിൻ എങ്ങനെ പോവുള്ളൂ, ഈ ട്രാക്കിന്റെ മേലെ കൂടെ തന്നെ പോവുള്ളൂ അല്ലേ. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു ഫൈറ്റർ ജെറ്റ് ഒരു മിസൈലിനൊക്കെ ഡോഡ്ജ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ അങ്ങനെ ആ 3 ഡയമെൻഷണൽ സ്പേസിൽ അല്ലേ, നമ്മുടെ മൊത്തം സ്കൈയിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഫൈറ്റർ ജെറ്റിന് പോവാം. പക്ഷെ അതേസമയം ട്രെയിൻ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ആ ട്രാക്ക് എങ്ങനെയാണോ ലേ ചെയ്തിരുന്നത്, ട്രാക്ക് നിറയെ ദൂരം സ്ട്രെയിറ്റ് ആണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രെയിൻ പോവുക. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ പോണതിനെയും കാട്ടിയും നമുക്ക് പഠിക്കാൻ കുറച്ച് ഫസ്റ്റ് സിമ്പിൾ ഏതാണ്, ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോണതാണ്. അതുകൊണ്ട് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, നേരെ പോകുന്ന വസ്തുക്കളെ അതിൽ ഡയറക്ഷനിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് അത് പോവുണ്ടാവും. ആ പോകുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ പോകുള്ളൂ. അതിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് നമ്മൾ അതിനെ പറ്റി കുറെ പഠിക്കും. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാവും, അവിടെ ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വെലോസിറ്റി തന്നിട്ടുണ്ടാവും, ടൈമും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വെലോസിറ്റി ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയണ്ടാവുക, അപ്പൊ ടൈം തന്നിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്കിപ്പോൾ കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും അല്ലെ. ഡിസ്റ്റൻസ് നമുക്കറിയാം, ദൂരമുണ്ട്, നമുക്ക് നമ്മൾ ഒരു വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ എത്ര ദൂരം കവർ ചെയ്തു, ഇത്ര സമയം എടുത്തു, ഇത്ര വെലോസിറ്റിയിലാണ് നമുക്ക് പോകണേ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം അത് എത്ര വെലോസിറ്റിയിലാണ് പോണത്, ഇത്ര സ്പീഡിലാണ് പോണത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം പിന്നെ അവിടെ കുറെ അങ്ങനത്തെ കാര്യങ്ങൾ വരും. അതായത്
ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ അത് തമ്മിൽ എന്താ വ്യത്യാസം വരിക, പിന്നെ എന്താണ് നമ്മളിപ്പോൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, സ്പീഡ് എന്ന് പറയും അല്ലേ. പക്ഷെ ഇവിടെ ഫിസിക്സ് ഒക്കെ വരുമ്പോൾ വെലോസിറ്റി പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ എന്താണ് ഈ സ്പീഡ് വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, ഈ ടൈം എത്ര നേരം എടുത്തു, നമ്മളിപ്പോൾ ചോദിക്കുമല്ലോ, ഇവിടെ നിന്ന് എന്താണ് ഈ സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ എത്ര സമയം എടുക്കും അല്ലെ. ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ സമയമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതിനെ പറ്റി ഇപ്പം നമുക്ക് പലപ്പോഴും നമുക്ക് ദൂരം അറിയില്ല, ഇത്ര സമയം എടുക്കും, എന്താണ് ഇത്ര ഒരു ആവറേജ് വെലോസിറ്റി ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത്ര സമയം എടുക്കുന്ന ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരമാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പൊ ദൂരം അറിയാം. ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കോളേജിലേക്ക് പോകണതോ സ്കൂളിലേക്ക് പോകണതോ 1 കിലോമീറ്റർ ആണ്. ഞാൻ 10 മിനിറ്റ് കൊണ്ടാണ് അവിടെ എത്തുക, 15-20 മിനിറ്റ് കൊണ്ടാണ് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ കുറെ കോമ്പിനേഷൻസ്, കുറെ ഇക്വേഷൻസ് വെച്ചിട്ട്, കുറച്ച് ഇക്വേഷൻസ്, ആ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ക്വസ്റ്റ്യൻസിലും ഓരോന്ന് തന്നിട്ടുണ്ടാവും, വേറെ ക്വസ്റ്റ്യൻസിൽ പല കാര്യങ്ങളും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഒരു ഹയർ ലെവലാണ് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞതാകെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ട്രെയിൻ ഒരു ട്രാക്കിൽ കൂടെ പോണതിനെ പറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ട്രെയിൻ ആ ട്രാക്കിനെ കൂടെ സ്ട്രെയിറ്റ് ലൈനിലേ പോകുള്ളൂ. പക്ഷെ ഒരു ഫൈറ്റർ ജെറ്റ് എന്താണ് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോവാം അല്ലെ. ഫൈറ്റർ ജെറ്റ് നമ്മൾ കണ്ടിട്ടില്ല, അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, എയർ ഷോസിലൊക്കെ. അപ്പോൾ ഇതാണോ പഠിക്കാൻ സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചു, ഇത് തന്നെയാണ് പഠിക്കാൻ സിമ്പിൾ, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈനേ പോവുള്ളൂ അല്ലെ. എന്താണ് ഇത് പഠിക്കാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇത് നമ്മൾ പഠിച്ചു, അതാണ് ഈ ചാപ്റ്റർ 2. അപ്പൊ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷനേ ഉള്ളൂ, വണ്ടി ഈ ഒരൊറ്റ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻ വരും, ഇങ്ങനെയും പോവാം. അപ്പോൾ ഈ ഒരു പേപ്പറിലൂടെ പോണതാണ്. ഇപ്പോൾ ഈ പേപ്പറിന്റെ മേലെ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മേലെ നമ്മൾ ഒരു ബോൾ വെച്ചു. ആ ബോൾ ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞു, ഇങ്ങനെ ബോളിനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ ഈ ടേബിളിന്റെ മേലെ മാത്രമേ പോകുള്ളൂ, അല്ല ടേബിളിന്റെ പുറത്തോട്ട് ചാടി പോവില്ല എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ, ടേബിളിൽ ഉരുണ്ട് മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് പ്ലെയിൻ. ഈ ടേബിൾ എന്ന് പറയുന്നതാണ് ഒരു പ്ലെയിൻ. പ്ലെയിൻ പറഞ്ഞാൽ എന്താ, 2 ഡയമെൻഷനാണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല അങ്ങോട്ടും പോവുക. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്വയറോ ഒരു റെക്ടാങ്കിളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സർഫസിൽ കൂടെ അതിന് എവിടെ വേണമെങ്കിൽ പോവുക, അതാണ് പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനിലാണ്. ഓക്കെ, 2 ഡയറക്ഷനിൽ പോവുക. ഇങ്ങനത്തെ ഒരു എക്സ് ഡയറക്ഷനിലും ഇങ്ങനത്തെ ഒരു വൈ ഡയറക്ഷനിലും അതിന് പോവുക. അതിനെയാണ് മോഷനെ പ്ലെയിൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈൻ, അവിടെ എന്താണ് എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. പ്ലെയിൻ പറയുമ്പോൾ ഒരു ഡയറക്ഷൻ കൂടി നമ്മൾ ഒരു ഡയറക്ഷൻ കൂടി കൊടുത്തു, അതിന് നമ്മൾ വൈ ഡയറക്ഷൻ പറയും. അപ്പോൾ ഇവിടെ മോഷൻ എന്ന പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. മോഷൻ എന്ന പ്ലെയിനിന്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് ഒരു ക്രിക്കറ്റ് ബോൾ കയ്യിലെടുത്തിട്ട് ഒറ്റ ഏറെറിഞ്ഞാൽ ഈ ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് ബോൾ ഇവിടെ നിന്ന് ഉരുട്ടി വിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് 1 ഡയമെൻഷനിലാണ്, ഒറ്റ ഡയറക്ഷനിലൂടെ പോകുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ഈ ഡയറക്ഷനിലും പോകുന്നുണ്ട് അല്ലേ, ഇങ്ങനെയും പോകുന്നുണ്ട്, 2 ഡയറക്ഷനിലും പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്താണ് കിട്ടുക. ഇതിനാണ് പ്രൊജക്ടൈൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ എ 2 ഡയമെൻഷൻ. അപ്പോൾ അത് ഈ 2 ഡയറക്ഷനിലും പോകുന്നുണ്ട്. അതിനെപ്പറ്റി പഠിക്കണതാണ് നമ്മുടെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ. ഇനി 4ാമത്തെ ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവും, ഇപ്പം ഈ 2 ചാപ്റ്ററുകളിൽ, അതായത് ഫസ്റ്റ് 2 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് നമുക്കിപ്പോൾ ഡിസ്റ്റൻസ്, വെലോസിറ്റി, ടൈം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതറിയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ഇതും അറിയാം, ഇത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെ ആയിരിക്കും. ആക്സലറേഷന് ഇപ്പം ഇതറിയാം, അപ്പോൾ അത് കണ്ടുപിടിക്കുക, അങ്ങനത്തെയൊക്കെ ആയിരിക്കും മിക്കവാറും പരിപാടി ഉണ്ടാവുക. പക്ഷേ ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പോകണം. 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് അങ്ങ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നിൽക്കും, അല്ലെങ്കിൽ അത് എത്ര ടൈം എടുത്തു, അതിൻ്റെ ആക്സലറേഷൻ എന്താ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് 2 ചാപ്റ്ററിൽ പഠിച്ചെങ്കിൽ ഈ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് നമുക്ക് അറിയാം. അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഈ ചാപ്റ്റർ 4ാമത്തേൽ നമ്മൾ പഠിക്കണത്. അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുക അല്ലെ. ഇപ്പോൾ ഒരു സാധനം, ഇപ്പം നമ്മുടെ ഒരു ബോൾ അവിടെ കിടക്കണമെങ്കിൽ ആ ബോളിന് ഒരു തള്ളു കൊടുത്താലാണ് ആ ബോൾ നീങ്ങുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കണു, നമ്മുടെ ഫ്രണ്ട്സ് ആരെയും വന്ന് നമ്മളെ തള്ളി കഴിഞ്ഞാലാണ്, ആ ഒരു ഫോഴ്സ് തന്നാലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുക അല്ലേ. അല്ലെങ്കിൽ അവർ പിടിച്ച് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, അല്ലെങ്കിൽ പുഷ് ഓർ പുള്ള് എന്നാണ് ഫോഴ്സിനെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഡെഫിനേഷൻ. ഒരു ഫോഴ്സ് തന്നാലാണ് നമുക്ക് അവിടെ മൂവ് ചെയ്യാൻ പറ്റുക.
അപ്പൊ അങ്ങനെ ഉണ്ടാവണ ഫോഴ്സുകളെ അല്ലെ ഇപ്പൊ നമുക്കപ്പോ ഒരു ഫോഴ്സ്, ആ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന മോഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ഫോഴ്സിനെ പറ്റി ആണ് കൂടുതൽ പഠിക്കാൻ പോണത്. അവിടെയാണ് ന്യൂട്ടൺ വരണത്. ന്യൂട്ടൺ ഈ ഫസ്റ്റ് 3 സംഭവങ്ങളൊക്കെ ന്യൂട്ടന്റെ കാലത്ത് മുമ്പേ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ന്യൂട്ടന് മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ന്യൂട്ടൺ വന്ന് കണ്ടുപിടിച്ച ഒരു വലിയ സംഭവമാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഇത്. ഫോഴ്സ് കാരണം എങ്ങനെയാണ് ഒരു മോഷൻ അല്ലെ, നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലുണ്ടായിരുന്നു, റെസ്റ്റ് പറഞ്ഞാൽ എന്താ, അനങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു, അത് പെട്ടെന്ന് അനങ്ങാനും അത് അനങ്ങുമ്പോൾ എങ്ങനെ അനങ്ങും അങ്ങനത്തെയൊക്കെയുള്ള പരിപാടി, അതിനെയൊക്കെ പറ്റിയുള്ള ലോസ് ആണ് ന്യൂട്ടൺ കൊണ്ടുവന്ന് തന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് ചാപ്റ്ററിൽ മെഷർ ചെയ്യാൻ പഠിച്ചു. കാരണം മെഷർ ചെയ്യാൻ പഠിച്ചാൽ, അളക്കാൻ പഠിച്ചാലാണ് നമുക്ക് എത്ര ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് പോയി എന്നും എത്ര വെലോസിറ്റി പോയി, ഇതൊക്കെ ഒരു അളവാണല്ലോ. എത്ര ടൈം പോയി, ടൈമിനെ അളക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ക്ലോക്ക് എടുക്കും. ഡിസ്റ്റൻസിനെ അളക്കാൻ നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നമ്മൾ എടുക്കും. ഈ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. പിന്നെ ആക്സലറേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ, പിന്നെ മാസ് ഉണ്ട് അല്ലെ, ഇതിനൊക്കെ അളവ് മാസിനെ എന്താണ് നമ്മൾ വെയിങ് സ്കെയിൽ എടുക്കും അല്ലെ, വെയിങ് മെഷീൻ അങ്ങനത്തെ എടുക്കും. ഇതൊക്കെ ഇതിനെ പറ്റി പഠിച്ചാൽ, അതായത് മെഷർ ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് എന്താണ് എത്ര ദൂരം പോയി അതിന് അങ്ങനത്തെയൊക്കെ പരിപാടി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, എത്ര വെലോസിറ്റി ഉണ്ട്, എത്ര ടൈം ഉണ്ട്, എത്ര ആക്സലറേഷൻ ഉണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യണത്. ഇനി 4ാമത്തെ ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോഡി എങ്ങനെ മൂവ് ചെയ്തു, എന്തുകൊണ്ട് മൂവ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൂവ് ചെയ്തു, അതൊരു ഫോഴ്സ് കാരണമാണ്. അപ്പൊ ഈ ഫോഴ്സ് കാരണം ബോഡിക്ക് എന്ത് വ്യത്യാസമാണ് വരിക, അതിന് ആക്സലറേഷനിലാണ് വ്യത്യാസം വരിക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കണത്. അവിടെയാണ് നമ്മൾ ന്യൂട്ടന്റെ 3 ലോസ് പഠിക്കും. ഓക്കെ, 3 ലോസ് ഇവിടെ പഠിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് വർക്ക്, എനർജി, പവർ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ബോഡി മൂവ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ഫോഴ്സ് നമുക്കറിയാം എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതായത് നമുക്കിപ്പോൾ ഫോഴ്സ് അറിയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു സാധനം ഒരു ബോളിനെ ഉരുട്ടി വിട്ടു. ഇതിനിപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഇനീഷ്യലി ഒരു കുറച്ച് ഫോഴ്സ് കൊടുത്താൽ എന്താവും, ഇതിങ്ങനെ മൂവ് ചെയ്ത് എവിടെയെങ്കിലും വന്ന് നിൽക്കും അല്ലെ. നമ്മൾ ഇവിടെ നിന്ന് ഒരു ബോളിനെ ഇടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി വിട്ടാൽ ഇത് കുറച്ച് ദൂരം പോയിട്ട് അങ്ങ് നിൽക്കും അല്ലെ. അത് നമുക്കറിയാം. പക്ഷെ വേറൊരു ടൈപ്പ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇതേമാതിരി ഇനീഷ്യലി ഇതേ പൊസിഷനിൽ എന്താണ്, ഇപ്പൊ ഈ പൊസിഷൻ നമ്മൾ 0 ആണെന്ന് വിചാരിച്ചു, ഇതിന്റെ വെലോസിറ്റിയും ഇനീഷ്യലി 0 ആയിരുന്നെങ്കിൽ വേറൊരു ഫോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെക്കാട്ടി കൂടുതൽ ഒരു ഫോഴ്സ് ആയിരുന്നെങ്കിൽ എന്തായാലും ഈ ബോള് കുറെ ദൂരം കൂടി പോയേനെ. അല്ലെങ്കിൽ ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരുന്ന ഈ ബോൾ അവിടെ വരെ പോവും, അങ്ങ് എത്ര ദൂരം വരെ വേണമെങ്കിലും പോവും അല്ലെ. അപ്പൊ ഈ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ബോൾ ഇനീഷ്യലി എവിടെ നിൽക്കണത്, അതിന്റെ വെലോസിറ്റി അതിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ നോക്കിയത് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിയത് എന്താണ്, അതിന്റെ നമുക്കൊരു വെലോസിറ്റി അറിയാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി, ഇനീഷ്യൽ ഒരു വെലോസിറ്റി യു എന്ന് അറിയുകയാണെങ്കിൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്താ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററുകളിൽ പഠിക്കുക. ഈ ചാപ്റ്റർ വരുമ്പോൾ അങ്ങനെയല്ല, അതിന്റെ ഫോഴ്സിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഫോഴ്സ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും നമ്മൾ നോക്കണത്. ഫോഴ്സും നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസും ഒക്കെ വെച്ചിട്ട് ഈ ബോൾ എവിടെ എത്തും, അത് 1 ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കും. 3 ഡയമെൻഷനിലൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് കുറച്ച് ടഫാണ്. ഓക്കെ, എപ്പോഴും എന്താണ് സിമ്പിളാണ്, പക്ഷെ ചില സിറ്റുവേഷൻസിൽ അത് ടഫാണ്. അതിനെയും കാട്ടിയും സിമ്പിൾ മെത്തേഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ യൂണിവേഴ്സിലെ പല ലോസും കാരണം. അവിടെയാണ് ഈ എനർജി കൺസർവേഷൻ ലോസ് എന്നൊക്കെ പറയണത്. അതായത് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്താണ്, ഇനീഷ്യലി ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന എനർജി തന്നെ ആയിരിക്കും ഫൈനലി ഒരു പൊസിഷനിൽ ഉണ്ടാവുക അല്ലെ. അങ്ങനത്തെയൊക്കെ റൂൾസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വർക്കായിരിക്കും ഇതിന്റെ എനർജി ആയിട്ട് വരിക. ആ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതൊരു ഡിസ്റ്റൻസ് പോവുക എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഈ വർക്ക് എനർജി എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ടില്ലാതെ പല പ്രോബ്ലംസും
പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, നല്ല സിമെട്രി ഒക്കെ ഉള്ള പ്രോബ്ലംസ്, അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഈ ഒരു വർക്ക്, എനർജി, പവർ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടിയും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. നമ്മൾ കുറച്ചും കൂടി ടെക്നിക്സ് പഠിക്കും. അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ സാധാരണ എന്താണ്, ഇപ്പം ഞാനൊരു ഒരു കല്ലിനെ പൊട്ടിക്കാൻ പോവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ചുറ്റിക മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താണ്, എനിക്കത് പണിയാണ്. ഞാൻ കുറേ നേരം ഇട്ട് ഈ കല്ലിനെ അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതേസമയം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടിയും വല്ല എന്താ പറയുക, പുതിയ നല്ല അടിപൊളി മെഷീൻസ് ഒക്കെ ഇല്ലേ. ഇപ്പോൾ ഈവൻ മറ്റേ JCBയുടെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് കല്ല് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ കൺസ്ട്രക്ഷനൊക്കെ അവിടെയൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഹെവി മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കല്ല് 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് പൊട്ടിക്കാം. മറ്റേയാണെങ്കിൽ മേ ബി ഞാൻ ഒരു ചെറിയ ഹാമർ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് അടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ആ ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇന്ന് ഫോഴ്സും അങ്ങനത്തെ കിട്ടുമെങ്കിലും പലപ്പോഴും ഇത് വെച്ച് ചില പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇത് കുറച്ചും കൂടി നമ്മുടെ ഒരു പവർ ടൂളാണ്, നമുക്ക് വേറൊരു ടൂള് തരികയാണ്. അപ്പോൾ ആ ടൂൾ വെച്ചിട്ട് കുറച്ചും കൂടിയും സിമ്പിളായിട്ട് നമുക്ക് പല പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഇത്ര ആയപ്പോൾ എന്തായി, ഇപ്പോൾ ഇത്രയും വരെ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പഠിക്കും, എന്തെങ്കിലും സാധനങ്ങളിനൊക്കെ പറ്റി നമ്മൾ മെഷർ ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് ഫിസിക്സ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നടക്കണ പല കാര്യങ്ങളും മെഷർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോളുണ്ട്, ബോളിനെ അങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വിടുകയാണെങ്കിൽ ഫസ്റ്റ് അതിന് വെലോസിറ്റി അത് ഫൈനൽ വെലോസിറ്റി എന്താവും, അതിൻ്റെ ആക്സലറേഷൻ എന്താണ്, അതിൻ്റെ ടൈം എന്താണ്, അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കണത്. അതായത് നമ്മളൊരു ഫസ്റ്റ് ഒരു ബോൾ ഉരുട്ടി വിട്ടാൽ അത് എത്ര ദൂരം പോവും, അങ്ങനത്തെയൊക്കെ ടൈപ്പ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒറ്റ ഡയറക്ഷനിലാണ്. ഇവിടെ വരുമ്പോൾ എന്താണ്, അത് 2 ഡയറക്ഷനിലാണ് അല്ലേ. ഒരു പ്ലെയിൻ എന്ന് പറയണ ഒരു എക്സും വൈ ആക്സിസും 2 ഡയറക്ഷനിൽ. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടിയും ഒരു ഹയർ ലെവൽ സാധനമാണിത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫോഴ്സിനെ പറ്റി പറഞ്ഞു. ഫോഴ്സിനെ പറ്റി കൂടുതൽ നോക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണോ അനുസരിച്ചിട്ടാണ്, എങ്ങനത്തെ ഫോഴ്സ് കൊടുക്കണോ, ഫോഴ്സിൻ്റെ ടൈപ്പും അതും ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഒരു എങ്ങനെയാണെന്ന് പഠിക്കണത്, ആ ഫോഴ്സ് കാരണം എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ് ന്യൂട്ടൺ ആണ് നമുക്ക് അതൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇപ്പം ന്യൂട്ടൺ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ലോസ് വെച്ചിട്ട് നമുക്ക് അതെങ്ങനെ മാറണു എന്നൊക്കെ പഠിക്കാം. പിന്നെ ഈ ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫോഴ്സ് വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കുറച്ചും കൂടി അടിപൊളി പുതിയ ടെക്നിക്സ്, അതാണ് എനർജി എന്ന് പറയുന്നത്, എനർജി കൺസർവേഷനും അല്ലെങ്കിൽ വർക്ക് എനർജി തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് കിട്ടിയ പുതിയ ടൂൾസാണ് ഈ സംഭവം. ഓക്കെ, ഇതിനെ ചെയ്യാൻ പറ്റാത്ത പല പ്രോബ്ലംസും ഇതിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതെന്നൊക്കെ എന്താണ്, നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ലൈനിലൊക്കെ പോകുന്നു, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു മോഷനാണ് അല്ലെ. സ്ട്രെയിറ്റ് ലൈനിലോ അല്ലെങ്കിൽ 2 ഡയമെൻഷനിലോ അല്ലെങ്കിൽ 3 ഡയമെൻഷനിലോ നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിന് ട്രാക്കിൽ കൂടെ പോകണു എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതും അല്ലാതെ ഇപ്പോൾ ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ മിസൈലൊക്കെ ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അതേമാതിരി പോണത് അത് 3 ഡയമെൻഷനാണ്. അത് നമ്മൾ സ്പേസിലെ എല്ലാ ഡയറക്ഷനിലും കൂടെയും പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ എല്ലാ ഡയറക്ഷനിലും കൂടെയും പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു 3 ഡയമെൻഷണൽ ഭയങ്കര കോംപ്ലക്സ് മോഷനാണ്. അതുമൊക്കെ നമുക്ക് ഈ 5 ചാപ്റ്റർ കൊണ്ട് നമുക്ക് അതൊക്കെ നമ്മൾ എങ്ങനെ പോയാൽ എങ്ങനെ പോവും എന്നൊക്കെ, എത്ര ഫോഴ്സ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കാത്തൊരു കാര്യമുണ്ട്, അതാണ് റൊട്ടേഷണൽ മോഷൻ അല്ലേ. റൊട്ടേഷണൽ മോഷൻ പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു സാധനം, ഒരു ബോളുണ്ട്, ആ ബോള് ഇങ്ങനെ ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങുകയാണെങ്കിൽ ആ ബോൾ കറങ്ങണത് എങ്ങനെയായിരിക്കും, അതിനെപ്പറ്റി കൂടുതൽ ഫിസിക്സ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഒരു ഒമേഗയാണ്, ഒമേഗയാണെന്നോ ഒമേഗ നോട്ട് എന്നാണ് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വെലോസിറ്റി തന്നെ പറയുക, നമുക്ക് വീന്ന് വെലോസിറ്റി, നമ്മൾ ഇവിടെ വെലോസിറ്റി പറഞ്ഞ മാതിരിയാണോ, അല്ല, അതുമാതിരിയല്ല, കാരണം ഇതൊരു റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ നമ്മുടെ കോൺസെപ്റ്റുകൾ പഠിക്കണം. നമ്മൾക്ക് കുറച്ചും കൂടി ആംഗിളാണ് നോക്കേണ്ടത്. ഡിസ്റ്റൻസ് നോക്കണേക്കാട്ടിയും ഇവിടെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ നമുക്ക് ആംഗിൾ നോക്കാം, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഈ റൊട്ടേഷൻ അല്ലെ, ഒരു കറങ്ങുന്ന വസ്തുവിനെ, കറങ്ങുന്ന ഒബ്ജക്റ്റിനെ, റൊട്ടേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയും അങ്ങനത്തെ സിറ്റുവേഷൻസിനെയൊക്കെ നമ്മളിപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ കൂടുതലും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സണ്ണുണ്ട്, സണ്ണിന് ചുറ്റും എർത്ത് ചുറ്റുന്നു, അതേമാതിരി ഇലക്ട്രോണ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുന്നു. ഇതൊക്കെ ഈ റൊട്ടേഷണൽ മോഷൻ യൂണിവേഴ്സിൽ കുറച്ചും കൂടി കോമൺ ആണ്. അപ്പോൾ ഈ റൊട്ടേഷൻ മോഷൻ ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്. ആ റൊട്ടേഷനെ പറ്റി എങ്ങനെ പഠിക്കണം, കുറേ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ല, കുറേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചാപ്റ്റർ 6 പഠിക്കുന്നത്.
പിന്നെ 7 പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയതായിട്ടൊന്നും ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കണമൊന്നുമില്ല. അവിടെ വ്യത്യാസം വരണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. നമ്മളിവിടെ പറഞ്ഞു ന്യൂട്ടൺ ഫോഴ്സിനനുസരിച്ച് എങ്ങനെ ഒരു ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു, അത് ഫൈനൽ വെലോസിറ്റി v ആയി, അതിന്റെ ആക്സലറേഷൻ എങ്ങനെ മാറും. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഡിസ്റ്റൻസ് എത്ര ദൂരം പോവും. അപ്പോൾ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിന് എത്ര വെലോസിറ്റി വരും, എത്ര ഡിസ്റ്റൻസിൽ പോകും, എത്ര ആക്സലറേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതാണ് നമുക്ക് ന്യൂട്ടൺ പഠിപ്പിച്ചു തന്നത് അല്ലേ. ന്യൂട്ടൺ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ന്യൂട്ടൺ കണ്ടുപിടിച്ച വേറൊരു കാര്യമാണ് ഈ ഗ്രാവിറ്റേഷൻ ഉണ്ടാവുന്നതും ഒരു ഫോഴ്സാണ് അല്ലെ. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, അതായത് നമ്മുടെ കയ്യിലൊരു ബോളോ ആപ്പിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതങ്ങ് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് ആരോ പിടിച്ചു വലിക്കുന്നു. ആരോ എന്നല്ല, അതിന് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സാണ് ഇപ്പൊ നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലോ, ഒരു വസ്തു അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ വെറുതെ നിൽക്കുമ്പോൾ നമ്മൾ അനങ്ങില്ല. നമ്മുടെ ഫ്രണ്ട് ആരെയും വന്ന് നമ്മളെ ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് അനങ്ങും അല്ലെ. ഒരു സാധനം എപ്പോൾ മൂവ് ചെയ്താലും, ഏതൊരു ഒബ്ജക്റ്റ് എപ്പോൾ മൂവ് ചെയ്താലും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷനും ഒരു ഫോഴ്സ് ആണെന്ന് നമുക്കപ്പോൾ പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷൻ എന്ന ഫോഴ്സിന് അതിന്റെ ഫോർമുല എങ്ങനെയായിരിക്കും, അതിനെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം, അങ്ങനെ കൂടുതൽ പഠിച്ചത് ഗ്രാവിറ്റേഷനും ഒരു ഫോഴ്സാണ്. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ സാധനം തന്നെയാണ്, പുതിയ ഫിസിക്സ് ഒന്നുമില്ല. പക്ഷെ ഗ്രാവിറ്റി എങ്ങനെയാണ്, ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ എന്ന ഫോഴ്സിന്റെ എങ്ങനെ എഴുതാം, Gm1/r² എന്നുള്ളത് Gm1 m2 അല്ലെങ്കിൽ ക്യാപിറ്റൽ M സ്മോൾ m/r² എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കുക. അതായത് ഈ ഗ്രാവിറ്റേഷൻ എന്ന ഫോഴ്സിന് ഇങ്ങനത്തെ ഒരു രൂപമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ എന്ന ഫോഴ്സിന് ഇങ്ങനത്തെ രൂപമാണെങ്കിൽ പിന്നെ ആ ഗ്രാവിറ്റിയിൽ പോകുന്ന ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എന്താ, വെലോസിറ്റി എന്താ, ഇനീഷ്യൽ വെലോസിറ്റി എന്താ, ടൈം എന്താ, എത്ര ഡിസ്റ്റൻസ് പോയി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യവും ന്യൂട്ടൺ തന്നെയാണ് നമുക്ക് കണ്ടുപിടിച്ചു തന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു 5-6 ചാപ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ന്യൂട്ടൺ എത്ര വലിയ കോൺട്രിബ്യൂഷൻസ്. ഇവിടെ കണ്ടില്ല, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് എത്ര ആക്സലറേഷൻ ഉണ്ട്, എത്ര വെലോസിറ്റി ഉണ്ട്, എത്ര ടൈം ഉണ്ട്, എത്ര ടൈം എടുക്കും, എത്ര ഡിസ്റ്റൻസ് എടുക്കും, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ന്യൂട്ടനാണ് പഠിപ്പിച്ചു തന്നെ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സ്, അതൊരു ഫോഴ്സാണ് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, അതും ന്യൂട്ടനാണ് കണ്ടുപിടിച്ചു തന്നത്. അങ്ങനെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ന്യൂട്ടൺ ഫിസിക്സിന് വേണ്ടി ആക്ച്വലി ഭയങ്കര വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് 7 ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മെക്കാനിക്സ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഈ മെക്കാനിക്സ് ചാപ്റ്റേഴ്സിൽ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണമെന്നാണ് നമ്മൾ ബേസിക്കലി നോക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ബേസിക് ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കുറച്ചും കൂടിയും മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നോക്കിയത്, ഇവിടെ നമ്മൾ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ, ആ ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്യും, അതിനൊരു ഫോഴ്സ് കൊടുത്താൽ അതെങ്ങനെ മൂവ് ചെയ്യും, അത് എത്ര വെലോസിറ്റി പോകും, ഡിസ്റ്റൻസ് ഇപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ റൊട്ടേഷൻ എങ്ങനെയാണ് അത് പോവുക എന്നുള്ള ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതായത് ബേസിക്കലി എങ്ങനെയാണ് മൂവ് ചെയ്യണത് അല്ലെങ്കിൽ അതിൻ്റെ മോഷൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഈ എല്ലാ ചാപ്റ്റേഴ്സും അതാണ്. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമ്മൾ അതല്ല നോക്കണത്. സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വലിയൊരു ഒബ്ജക്റ്റ്, എന്തോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കണത്. അത് മൂവ് ചെയ്യണതല്ല നമ്മൾ നോക്കണത്, അതിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ റബ്ബർ പോലെയാണോ നമ്മുടെ വുഡ്? അല്ലല്ലോ, റബ്ബറിന് കുറച്ചും കൂടിയും വുഡ് ഉണ്ട്. റബ്ബറിന് നമുക്കറിയാം കുറച്ചും കൂടിയും എലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. റബ്ബർ നമ്മൾ കുറച്ചൊന്ന് വലിച്ചിട്ട് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് റബ്ബർ ബാൻഡൊക്കെ ആണെങ്കിലും അത് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ ഫോമിലേക്ക് അല്ലേ, റബ്ബർ ബാൻഡ് ഇങ്ങനെ ഉണ്ടാവും. അതിന് നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞാലും തിരിച്ച് അല്ലേ, നമ്മളിങ്ങനെ നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാലും തിരിച്ച് ഏകദേശം ഈ ഒരു പൊസിഷനിൽ തന്നെ എത്തും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളല്ലാത്ത റബ്ബർ ആണെങ്കിലും നമുക്ക് അതിനെ പിടിച്ച് ഇങ്ങനെ വളയ്ക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാം. നമ്മുടെ ഇറേസർ എന്നൊക്കെ പറയണ ആ ഇറേസറിനെയൊക്കെ നമുക്കൊന്ന് വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്താലും അത് ഏകദേശം തിരിച്ച് അതിൽ തന്നെ വരും. അപ്പോൾ പക്ഷേ ഒരു മരക്കഷ്ണം അങ്ങനെയാണോ? അല്ല.
അപ്പൊ ഇത് രണ്ടും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഈ സോളിഡ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് അല്ലെ. സോളിഡിന്റെ പ്രോപ്പർട്ടി, സോളിഡിനെ പറ്റി കൂടുതലായിട്ട് അതിനെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് ലോസും കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതേമാതിരി വെള്ളം പറയണത് എന്താണ്, നമ്മുടെ സോളിഡ് മാതിരി ഫ്ലൂയിഡ് പറയണത് അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ സോളിഡ് മാതിരി അല്ലല്ലോ, അതും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ കുറച്ച് ഇക്വേഷൻസും അതെങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ. നമുക്കറിയാം ഇപ്പോൾ ഒരു സോളിഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു മരക്കഷ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങ് ഒഴുകിപ്പോവും അല്ലേ. അപ്പോൾ അതിൻ്റെ മോഷൻ ഉണ്ട്, അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, അതിന് കുറച്ച് ടെൻഷൻസ്, സർഫസ് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ 9 പറയണത്. അപ്പം നമ്മൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ മോഷനാണ്, ഒരു സാധനം എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ അതിനെക്കാട്ടിയും നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പം നമ്മൾ അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സ്, അടുത്ത 10, 11, 12 ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടിയും ടെമ്പറേച്ചറിനെ പറ്റിയാണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ 3 ചാപ്റ്റർ, അതായത് 10 ഇവിടെ മറ്റവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ഈ 3 ചാപ്റ്റർ അതായത് 10, 11, 12 ഇവിടെ 3 നമ്മൾ പഠിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ പറ്റിയാണ്. ടെമ്പറേച്ചർ, ഹീറ്റ്, അങ്ങനത്തെ പരിപാടിയൊക്കെ. അതായത് ഇപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ സമ്മർ സീസണിലാവുമ്പോൾ നമുക്ക് ചൂടെടുക്കുന്നു അല്ലെ, വിന്ററിൽ പക്ഷെ തണുപ്പാവുന്നു. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും മെഷർ ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പം നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നമ്മൾ ഇത്ര നേരം ശ്രദ്ധിച്ചത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയാൽ എന്താ, മെഷർ ചെയ്യാൻ പറ്റണ എല്ലാ സാധനങ്ങളും നമ്മൾ മെഷർ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്തത് ഈ ഒരു 5-6 ചാപ്റ്ററിൽ നമ്മൾ മെഷർ ചെയ്തത് എന്തായിരുന്നു, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് അല്ലെ, ഒരു ബോൾ, ആ ബോൾ എത്ര ദൂരം പോയി, എത്ര അതിൻ്റെ വെലോസിറ്റി, എത്ര സമയം എടുത്തു, എത്ര ആക്സലറേഷൻ ആണ്, ഇതൊക്കെയാണ് നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റണത്. ഇവിടെ വരുമ്പോൾ നമ്മൾ മെഷർ ചെയ്തത് എന്താണ് ഇപ്പം നമ്മുടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിക്ക് എത്ര എലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ, അതിന് നമുക്ക് വലിക്കാൻ പറ്റും, അങ്ങനത്തെയൊക്കെ. ഇവിടെ ഒരു ഫ്ലൂയിഡ് പറയുമ്പോൾ ഫ്ലൂയിഡിന് പ്രഷർ ഉണ്ട്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള മെഷർമെന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നടത്തുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ വരുമ്പോൾ കുറച്ചും കൂടിയും ടെമ്പറേച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾക്ക് അറിയാം ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. തെർമോമീറ്റർ നമ്മൾ ഹോസ്പിറ്റലിലും ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പനി വരുമ്പോൾ ഒരു തെർമോമീറ്റർ എടുത്ത് വായിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ ആ ഒരു റീഡിങ് വ്യത്യാസം വരും. ആ വെച്ചിട്ട് നമുക്ക് പനി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ അപ്പോൾ ടെമ്പറേച്ചർ എന്ന സാധനവും നമുക്കറിയാം മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മെഷർമെന്റ്സിനെ പറ്റി മെഷർമെന്റ്സ് ഓഫ് ടെമ്പറേച്ചർ. പിന്നെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പോൾ തിളക്കണ വെള്ളം കണ്ടിട്ടില്ല, അതിൻ്റെ മേലെ ആവി ഭയങ്കരമായിട്ട് പറക്കും അല്ലേ. അപ്പോൾ ഗ്യാസിൻ്റെ ചൂട് കൂടിയാൽ ഗ്യാസിന് എന്ത് സംഭവിക്കും. പിന്നെ നമ്മുടെ അതാണ് ഇവിടെ നമ്മൾ പറയണത്, ഗ്യാസിന് നമുക്ക് ഇക്വേഷൻ കൊടുക്കാം, അത് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എങ്ങനെ മാറും. അതേമാതിരി പിന്നെ നമുക്കൊരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, നമുക്കിപ്പോൾ ഒരു നല്ല സ്റ്റീലോ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അതിനെ നല്ല ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ കുറച്ച് എക്സ്പാൻഡ് ഒക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നേച്ചറിൽ അല്ലേ. അപ്പം അതിനെ പറ്റിയും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെയാണ് നമ്മൾ ഈ തെർമൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓരോ ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ, നമുക്കറിയാം റബ്ബർ ഉണ്ട്, വുഡ് ഉണ്ട്, ഇങ്ങനെ സ്റ്റീൽ ഉണ്ട്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളിൽ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ചൂടാക്കി നോക്കിയിട്ട് അതിലെ ടെമ്പറേച്ചർ എങ്ങനെയാണ് വേരി ചെയ്യണത്, അതിൽ വേറെ എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മേ ബി അതിൻ്റെ കളർ വേരി ചെയ്യാം, അതിൻ്റെ സൈസ് വേരി ചെയ്യാം, അതിൻ്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി വേരി ചെയ്യാം അല്ലെ. ഇപ്പം നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ട്, മേ ബി അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇത്ര എലാസ്റ്റിക് ആയിരിക്കില്ല. അങ്ങനത്തെയൊക്കെ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് നോക്കണം. അങ്ങനെ ഓരോ സാധനവും നമ്മൾ ചൂടാക്കിയിട്ട് അതിനെപ്പറ്റി അതിലെങ്ങനെയാണ് അത് മാറുന്നത്, അതിന് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ വേറൊരു വലിയ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസിനെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കി എന്താവും, അത് സ്റ്റേറ്റേ മാറും. ഐസ് പറയുന്നത് ഒരു സോളിഡാണ് അല്ലേ, അത് സ്റ്റേറ്റ് മാറിയിട്ട് ഇപ്പോൾ വെള്ളമോ വാട്ടർ. അപ്പോൾ ഈ വാട്ടർ അത് ഇങ്ങനത്തെ സ്റ്റേറ്റ് ചേഞ്ച് എന്നൊക്കെ പറയണത് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഒരു സോളിഡ് ഒരു ലിക്വിഡായി മാറി. അതൊക്കെ വലിയ അത്ഭുതമല്ലേ. അതുമൊക്കെ എങ്ങനെയാണ് മാറുന്നത്
അത് എത്ര ഹീറ്റ് കൊടുത്താലാണ്, നമുക്ക് ആ ഹീറ്റൊക്കെ എത്ര കൊടുത്താലാണ് ഒരു സാധനം വേറൊരു സാധനമായിട്ട് മാറാൻ പറ്റുക, അതിനൊക്കെ ഒരു ബേസിക് ഫണ്ടമെന്റൽ ലോസ് ഉണ്ട്. ആ ലോസ് ഒക്കെ എന്താണെന്നും അതൊക്കെ പഠിക്കുന്നതാണ് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നെക്സ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അടുത്തത് നമ്മൾ നോക്കണത് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ബേസിക്കലി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ എന്താണ് നോക്കിയത്, മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഹീറ്റ്, ടെമ്പറേച്ചർ അല്ലേ, അങ്ങനത്തെ എന്താണ് ഗ്യാസിനെ ചൂടാക്കിയാൽ എന്ത് പറ്റുണ്ടാവും, സോളിഡ്സിനെ ചൂടാക്കിയാൽ അതിൽ എക്സ്പാൻഷൻ നടക്കും, അത് പിന്നെ സോളിഡ് ലിക്വിഡൊക്കെ ആവും, അങ്ങനത്തെ സ്റ്റേറ്റ് ചേഞ്ചുകളുണ്ട് അല്ലെ, ഐസ് വാട്ടർ ആവും, അങ്ങനത്തെ സ്റ്റേറ്റ് ചേഞ്ചുകളൊക്കെ. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഇതിൻ്റെ തിയറി പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടെമ്പറേച്ചർ, രണ്ട് ഒബ്ജക്റ്റിന് ടെമ്പറേച്ചർ ഉണ്ട്, അതെങ്ങനെയാണ് മാറുക. ഇപ്പോൾ നമ്മളെ മറ്റേ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ പറഞ്ഞു ന്യൂട്ടന് 3 ലോസ് ഉണ്ട് അല്ലേ. ന്യൂട്ടൻ എന്തിനാണ് ലോസ് തന്നത്, എങ്ങനെയാണ് ഒരു ബോഡി മൂവ് ചെയ്യുക, അതിനെയൊക്കെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്ടൻ പറഞ്ഞു തന്ന കുറച്ച് ലോസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സിലുള്ള പല നിയമങ്ങളുമാണ് അല്ലെ. അത് ന്യൂട്ടൻ കണ്ടുപിടിച്ച് തന്നതുകൊണ്ട് നമ്മൾ അതിന് ന്യൂട്ടൻസ് ലോ എന്ന് വിളിക്കണം. പക്ഷേ അതേമാതിരി തെർമോഡൈനാമിക്സിലും, അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൽ ചൂടുണ്ട്, ഇവിടെ ചൂടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മൂവ് ചെയ്യുക, ഈ നമ്മൾ ചൂടാക്കുന്ന സാധനം ഈ ടെമ്പറേച്ചർ എങ്ങനെയാണ് മാറുക. അതേമാതിരി എന്താണ്, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പം നമ്മുടെ കയ്യിൽ സ്കൂട്ടറോ കാറോ എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ എല്ലാ സ്കൂട്ടറും കാറും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഉണ്ട് വിചാരിച്ചു, ആ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് ഉണ്ട്, പെട്രോൾ നമ്മൾ നിറച്ചു അല്ലേ. എന്നിട്ട് നമ്മളിത് സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങും അല്ലേ. ഇതെങ്ങനെയാണ് നീങ്ങണത്, ഈ പെട്രോളിന് കുറച്ച് ഒരു എന്താണ്, ഇപ്പം നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ എന്തെങ്കിലും നിറച്ചെങ്കിൽ അതിന് ഒരു തുള്ളി നമ്മുടെ എൻജിനിലേക്ക് പോകും. ആ എൻജിനിൽ പോയിട്ട് അത് അവിടെ കത്തിക്കും. ഓക്കെ, കത്തിച്ച് കഴിയുമ്പോൾ അവിടെ എന്താണ്, അവിടുത്തെ പിസ്റ്റൻസ് ഒക്കെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യണ എനർജി വെച്ചിട്ടാണ്. അതായത് ബേസിക്കലി ഈ പെട്രോൾ എന്ന് പറയുന്നത്, പെട്രോൾ എന്താണ്, ഹൈലി കമ്പസ്റ്റബിൾ ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കത്തിയിട്ട് കുറേ എനർജി അങ്ങ് തരും. നമ്മളിപ്പോൾ മരം കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം കത്തും. മരം കത്തണ സാധനം വെച്ചിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പണ്ടത്തെ കാലത്തൊക്കെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിറകടുപ്പ് ഉണ്ടായിരുന്നു. അതായത് മരം വെച്ചിട്ട് കത്തിച്ചിട്ട് ആ കത്തണ ചൂട് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യും. ഇതിപ്പോൾ പെട്രോൾ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം, പക്ഷെ പെട്രോൾ വെച്ച് ചൂടാക്കണത് ഭയങ്കര ബുദ്ധിമുട്ട്. പെട്രോൾ ഒറ്റയടിക്ക് പെട്ടെന്നെല്ലാം കത്തിക്കും. മരം കുറച്ചും കൂടിയും കുറച്ച് സമയം എടുത്ത് മെല്ലെ അല്ലേ, നമ്മൾ കാണാമല്ലോ. ഇപ്പോൾ ഒരു മരക്കഷ്ണം എടുത്ത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ഒരു ഭാഗം കത്തി അങ്ങനെയാണ് പോവുക. അപ്പോൾ പെട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിനെയും കാട്ടിയും ഭയങ്കര പെട്ടെന്ന് കത്തും ഒറ്റയടിക്കും. നമ്മളിപ്പോൾ പെട്രോൾ ടാങ്കൊക്കെ പൊട്ടിത്തെറിക്കണൊക്കെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര കമ്പസ്റ്റബിൾ ആയതുകൊണ്ട് ഭയങ്കര എനർജി അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി പെട്രോളിനെ എടുത്തിട്ട് നമ്മൾ എഞ്ചിനിലേക്ക് കൊണ്ടുപോകും. എഞ്ചിനിൽ അത് എന്താവും, നമ്മളൊരു സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് സ്പാർക്ക് ചെയ്ത് ഒരു ചെറിയൊരു കത്തിക്കലങ്ങ് കത്തിക്കും. ആ കത്തണത് വെച്ചിട്ട്, ആ കത്തണ എനർജി വെച്ചിട്ട് എന്താണ്, നമ്മുടെ എഞ്ചിൻ മൂവ് ചെയ്യും. എഞ്ചിനിൽ എന്താണ് പിസ്റ്റൻസ് ഒക്കെ മൂവ് ചെയ്യും. അപ്പോൾ എന്താ, നമ്മുടെ വണ്ടി ടയർ തിരിയും. അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ വണ്ടി ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതായത് നമ്മുടെ എന്താണ്, ഈ നമ്മൾ കൊടുത്ത ആ ചൂട് അതൊരു വർക്കായി മാറി. അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഒരു ഹീറ്റ് നമ്മൾ കൊടുത്താണല്ലോ ചെറുതായിട്ട്, നമ്മൾ വിറകിനെ കത്തിക്കുന്നു പറയുമ്പോൾ ആ കത്തണ ആ ഹീറ്റ് എന്തായിട്ട് നമുക്കൊരു വർക്ക് പറഞ്ഞാൽ എന്താ, ഈ സാധനം മൂവ് ചെയ്തു അല്ലേ. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ജോലി എടുക്കുകയാണല്ലോ ആക്ച്വലി. അപ്പോൾ ആ ഹീറ്റ് എങ്ങനെയാണ് വർക്ക് ആവണത്, ആ എല്ലാ ഹീറ്റും നമുക്ക് കംപ്ലീറ്റ് പെട്രോളിനെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കുറേ നമ്മുടെ എനർജി ശബ്ദമൊക്കെ ആയിട്ട് പോകും അല്ലേ. വണ്ടിക്ക് നല്ല ശബ്ദമുണ്ട്. അതേമാതിരി പല പ്രോസസ്സിലും നമ്മൾ എപ്പോൾ ഇങ്ങനെ ഒരു എൻജിൻ ഉണ്ടാക്കിയാലും ആ എൻജിനിൽ കുറേ ശബ്ദവും കുറേ ചൂടും അല്ലേ. നമുക്ക് വണ്ടിയുടെ എൻജിൻ്റെ ഒക്കെ പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര തൊടാനൊന്നും പാടില്ല, കാരണം നല്ല ചൂടായിരിക്കും. സൈലൻസറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇതെന്തുകൊണ്ടാണ്, എനർജി പലതായിട്ട് വേസ്റ്റ് ആയി പോവുകയാണ്. ആക്ച്വലി അത് എനർജി വേസ്റ്റ് ആയി പോവുകയാണ് ഈ ചൂടാവാതെ കംപ്ലീറ്റ് അത് നമ്മുടെ വർക്കായിട്ടായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി ഒന്നും കൂടി സ്പീഡിൽ പോയാൽ. പക്ഷെ അവിടെ കുറേ എനർജി നഷ്ടപ്പെട്ടു പോകും. അതെങ്ങനെ നഷ്ടപ്പെട്ടു പോകണമെന്നൊക്കെയാണ് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പറയുന്നത്. പിന്നെ പല പ്രോസസ്സും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഒരു ഐസ് ഉണ്ട്, ഐസിനെ എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമായി. പക്ഷെ ഈ വെള്ളമായ സാധനത്തിന് നമുക്ക് പിന്നെയും എടുത്ത് ഫ്രീസറിൽ വെച്ചാൽ അത് ഐസായി. അപ്പം ഇത് പെർഫെക്റ്റ്ലി
റിവേഴ്സിബിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും നമുക്കൊരു അവിടെ കണ്ട തിരിച്ചു വരാൻ പറ്റും. ഒരു ചില സമയത്ത് അങ്ങനെ വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ കാര്യത്തിനെ പറ്റി കൂടുതൽ പഠിക്കുകയാണ് നമ്മൾ ഈ റിവേഴ്സിബിൾ പ്രോസസ്സ്. പിന്നെ ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ ഓക്കെ, ഇപ്പം നമുക്ക് വണ്ടിക്കും എന്ത് സാധനമാണെങ്കിലും ഒരു എഞ്ചിനാണല്ലോ. ഈ എഞ്ചിൻ എന്ന് പറയുന്ന സാധനം അതിന് എത്ര എഫിഷ്യൻസി, അതായത് അതിന് കിട്ടണ നമ്മളിപ്പോൾ അതിന് ഒറിജിനൽ ഒരു എനർജി കൊടുക്കുമല്ലോ, ആ എനർജിയിൽ നിന്ന് അത് വർക്ക് തരികയാണല്ലോ അല്ലേ. ഇപ്പൊ എനർജി പറഞ്ഞാൽ എന്താ, ഇവിടെ പെട്രോൾ കത്തിച്ച് ഉണ്ടാക്കുന്ന എനർജിയാണ് നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ ഉള്ളത് അല്ലെ. പെട്രോൾ നമ്മൾ ഒഴിക്കും, അതിനെ കത്തിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കും. ആ എനർജി എന്താ, നമ്മളെ കാർ മൂവ് ചെയ്യും. കാർ മൂവിങ് ആണ് നമ്മുടെ വർക്ക്. അപ്പൊ പലപ്പോഴും ഇവിടെ ഈ മൊത്തം പെട്രോളിന്റെ കാരണം ഉണ്ടാകുന്ന എനർജി വർക്കായിട്ട് മാറില്ല. അവിടെ ഞാൻ പറഞ്ഞു അത് പലതും ചൂടായി പോവും, കുറച്ച് ശബ്ദം ഉണ്ടാവും, ഇതെല്ലാം വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ എത്ര മാറ്റാൻ പറ്റും, ഒരു പെർഫെക്റ്റ് ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് എന്നാണ് ഈ കാർനോട്ട് എഞ്ചിനൊക്കെ പറയണത്. ഇതൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഈ സാധനമാണ്, നമുക്ക് എഞ്ചിനെ പറ്റി പഠിക്കണതാണ്, എത്ര ചൂട് പുറത്തു പോവും, എത്ര ശബ്ദം പുറത്തു പോവും, ഇങ്ങനെയൊക്കെ പറ്റി പറയണതാണ് ഈ പല ചാപ്റ്റേഴ്സും ബേസിക്കലി. അടുത്തത് നമ്മൾ കൈനറ്റിക് തിയറി കുറച്ചും കൂടിയും ഡെപ്തിൽ നമ്മൾ പോവുകയാണ്. നമുക്കിപ്പോൾ അറിയാം ടെമ്പറേച്ചർ ഉണ്ട്, ചൂടുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഇത് നമ്മുടെ സ്റ്റീൽ റോഡാണെന്ന് എന്തെങ്കിലും വിചാരിച്ചോ, നമ്മളിവിടെ എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിവിടെ ചൂടാവും അല്ലേ, സ്റ്റീൽ റോഡും ചൂടാവും. ഇത് ചൂടായിട്ട് ഈ ചൂട് ഇങ്ങനെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പൂണിൻ്റെ ഇവിടെ ചൂടാവും ഫസ്റ്റ് അല്ലേ. ഇപ്പം സ്പൂണിൻ്റെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഐസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളമോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഈ ചൂട് ഇങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മുടെ കൈ എവിടെ ഇരിക്കണത് അവിടെ ചൂട് വരും അല്ലേ. അപ്പോൾ ഈ ചൂട് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിപ്പോവും. അതൊക്കെ എങ്ങനെയാണ് നടക്കണം ആക്ച്വലി? ഈ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജി ബേസിക്കലി ഇതിൻ്റെ എങ്ങനെയാണ് ഈ സംഭവം ട്രാൻസ്ഫർ ആവണത്, എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയറൊക്കെ പറ്റി പഠിക്കണതാണ് കുറച്ചും കൂടി കൈനറ്റിക് തിയറി പറയണത്. നമ്മുടെ എല്ലാം ഇപ്പോൾ സ്പൂൺ എന്നൊക്കെ പറയണതോ അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഇതൊരു സ്പൂണാണെന്ന് വിചാരിക്കേ, ഞാൻ വരച്ചത് എന്തായാലും ശരിയല്ല. അപ്പോൾ ഈ സ്പൂണിൽ എന്താണ് ബേസിക്കലി ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ, മോളിക്യൂൾസും അങ്ങനത്തെ പരിപാടികളുണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ചൂട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സ്റ്റൗ ആണെന്ന് വിചാരിച്ചോ, സ്റ്റൗവിൽ ഇത് തീ കത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചൂട് ഇങ്ങനെ വന്ന് ഇതിൽ തട്ടുമ്പോൾ എന്താവും, ഈ മോളിക്യൂൾസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേഷനാണ് നമുക്ക് ആ ടെമ്പറേച്ചറായി തോന്നുന്നത്. ഓക്കെ, ഈ വൈബ്രേഷൻ പറയുന്നത് അതൊരു എനർജിയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഇവിടെ വൈബ്രേഷൻ വരും. ഈ വൈബ്രേഷൻ ഇങ്ങനെ പോയി ഈ അറ്റത്തും വൈബ്രേഷൻ വരും. ഇവിടെ നമ്മുടെ കൈ ഉണ്ടെങ്കിൽ എന്താവും, ആ വൈബ്രേഷൻ നമ്മുടെ കയ്യിൽ തട്ടുമ്പോൾ നമ്മുടെ കയ്യിലെ മോളിക്യൂൾസും കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കത് ഇഷ്ടമല്ല. നമ്മുടെ കയ്യിലും കൈയിൻ്റെ മോളിക്യൂൾസും കിടന്ന് മാറാൻ തുടങ്ങുകയാണല്ലോ, അവിടെ അതിന് ഒരു ഡാമേജ് വരും. അപ്പോൾ നമുക്ക് അത് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോവും, ഇത് മോശമാണ്, കൈമാറ്റം എന്ന് പറഞ്ഞിട്ട്. അതാണ് നമുക്ക് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഇതൊക്കെ ഒരു മോളിക്യൂൾസ് ആണ്. ടെമ്പറേച്ചർ എന്നൊക്കെ പറയണത് ഈ മോളിക്യൂളിന്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന ഒരു മെഷർമെന്റ് ആണ്. നമ്മളിതൊക്കെ ഫിസിക്സ് ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്സ് കുറേയൊക്കെ മൊത്തം മെഷർ ചെയ്യാനും ആ മെഷർമെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലോസ് കിട്ടും എന്നൊക്കെയാണ് ബേസിക്കലി ഫിസിക്സ് നടക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, മെഷർമെന്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെഷർമെന്റ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ലോസ് ഡിറൈവ് ചെയ്യാൻ പറ്റും, കുറെ കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒരു നിയമമായിട്ട് പറയാമല്ലോ, എപ്പോഴും ഇങ്ങനെ നടക്കുള്ളൂ. ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഐസ് വാട്ടർ ആവും. അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ നേച്ചറിൽ ഇങ്ങനെ നോക്കി എല്ലാവിടെയും ഇതേമാതിരിയാണ് നടക്കണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും, ഇത് എപ്പോഴും ഇങ്ങനെ നടക്കണം, അപ്പം അതിനിങ്ങനെ ഒരു ലോ ആയിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പം അങ്ങനത്തെ പല പരിപാടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്സിൽ നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മോഷൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ബേസിക്കലി നമ്മൾ ടെമ്പറേച്ചറായിട്ട് കിട്ടുന്നത്. അത്രയ്ക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഞാനിപ്പോൾ ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടി, ഈ ചാപ്റ്ററൊക്കെ എന്താണ് പഠിപ്പിക്കണത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. അതായത് എനർജി എങ്ങനെയാണ്, ഈ ഗ്യാസൊക്കെ പറയണത് എന്താണ്, ഗ്യാസൊക്കെ പറഞ്ഞാൽ കുറേ മോളിക്യൂൾസ് ആണ് ബേസിക്കലി. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ നമ്മൾ പുറത്തുനിന്ന് ടെമ്പറേച്ചർ മാറ്റുക, ചൂട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ മാറും, അങ്ങനത്തെയൊക്കെ പരിപാടിയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ചാപ്റ്റർ 10, 11, 12 എന്ന് പറയുന്നത് നമ്മുടെ തെർമൽ ഫിസിക്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പറയാം. തെർമൽ ഫിസിക്സ് ആണ്.
ടെമ്പറേച്ചറിനെ പറ്റിയും ഹീറ്റിനെ പറ്റിയും എനർജിയെ പറ്റിയും വർക്കിനെ പറ്റിയൊക്കെയാണ്. ബേസിക്കലി ടെമ്പറേച്ചർ കാരണം അല്ലെങ്കിൽ തെർമൽ എനർജി എന്ന് പറയുന്ന സാധനം കാരണം ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താണ്, ഇത് കുറച്ചും കൂടി മെക്കാനിക്കൽ എനർജി കാരണം ഉണ്ടാവുന്ന, അല്ലാതെ മോഷൻ അല്ലെ, നമ്മൾ സാധനം എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ. ഈ പാർട്ട് 1 ടെക്സ്റ്റിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ ഫസ്റ്റ് 2 ചാപ്റ്റർ സോളിഡിന്റെ അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഇപ്പൊ റബ്ബറിന്റെ എലാസ്റ്റിസിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ സോളിഡിനെ പറ്റി പഠിക്കാനും ഇത് ലിക്വിഡിനെ പറ്റി പഠിക്കാനും ഇവിടെ വന്നപ്പോൾ ടെമ്പറേച്ചർ കാരണം ഒരു വസ്തുവിലും ഒരു ഒബ്ജക്റ്റിലും ഒക്കെ ഉണ്ടാവുന്ന ചേഞ്ചസും അതിനെങ്ങനെയാണ് മൂവ് ചെയ്യുക അതിനെയൊക്കെ പറ്റി. ഇനി അടുത്തുള്ള ഒരു സാധനമാണ് ഓസിലേഷൻ വേവ്സ് എന്നൊക്കെ പറയുന്നത്. ഇതോടെ നമ്മുടെ +1 ഫിസിക്സ് തീരും. ഇപ്പോൾ +1 ഫിസിക്സിലെ ഏകദേശം കാര്യങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റർ എന്താണ് പഠിപ്പിക്കണേ എന്ന് ബേസിക്കലി നമുക്ക് മനസ്സിലാവുക. ഈ ചാപ്റ്റർ ഒന്നും പഠിച്ചു തരേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ ഓസിലേഷൻ പറഞ്ഞാൽ എന്താ, ഓസിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ പറയുക. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഇതിപ്പോൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് പെൻഡുലം ക്ലോക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ, ഈ പെൻഡുലം അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, അങ്ങോട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്വിങ് ചെയ്യുമല്ലോ, എന്താണ് നമ്മൾ സ്കൂളിലൊക്കെ. അപ്പോൾ അവിടെ എന്താണ് ആ സ്വിങ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അല്ലേ, അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു പീരിയോഡിക്കാണ്. അത് അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനത്തെ മോഷൻസിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈ ഓസിലേഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ കൈനറ്റിക് തിയറിയിൽ നോക്കിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഒരു സ്പൂണ് ചൂടാക്കി കഴിയുമ്പോൾ അല്ലേ, ഇതൊരു സ്പൂണാണെന്ന് വിചാരിച്ചോ, സ്പൂണിനെ നമ്മൾ ചൂടാക്കിയപ്പോൾ ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എന്താണ്, ഇത് കിടന്ന് വൈബ്രേറ്റ് ആണ് ചെയ്യണത്. ഇത് കിടന്ന് വൈബ്രേറ്റ് ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള ഒരു സാധനം തന്നെയാണ്, ഒരു ഓസിലേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പോൾ ഈ ടു ആൻഡ് ഫ്രോ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ഈ മോഷൻസിനെയൊക്കെ പറ്റി പഠിക്കണത് തന്നെയാണ് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത്. കാരണം ഫിസിക്സിൽ ലൈക്ക് നമ്മൾ ഈ എവിടെയൊക്കെ എനർജി ഉണ്ടോ, ഒരു സാധനത്തിന് എനർജി ഉണ്ടെങ്കിൽ അതിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അത് കുറച്ചിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ മിക്കവാറും ആ മോഷൻസ് ഇങ്ങനത്തെ ഓസിലേഷൻസ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ അവിടെ കണ്ടില്ല, ഇവിടെ നോക്കുക, ഒരു സിമ്പിൾ പെൻഡുലം എന്നൊക്കെ അവർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഓസിലേറ്ററി മോഷനാണ് നമ്മൾ ബേസിക്കലി ചാപ്റ്റർ പഠിക്കുക. അതിൽ പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്, യൂണിഫോം സർക്കുലർ മോഷന് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഡെപ്തിൽ ഈ ചാപ്റ്ററിൽ നോക്കും. ഇവിടെ ബേസിക്കലി എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മോഷൻസിനെ പറ്റി. അപ്പോൾ സർക്കുലർ മോഷനും അതാണെന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ ആക്ച്വലി ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്നൊക്കെ ഉള്ള രീതി നമുക്ക് വേണമെങ്കിൽ പറയാം. അത് യൂണിഫോം സർക്കുലർ മോഷനാണ്. സോളാർ സിസ്റ്റത്തിന് നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ ആയിട്ട് പറയാം. അതിനെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്നാലും ഏകദേശം എന്താ മനസ്സിലായല്ലോ ഈ ചാപ്റ്റർ എന്താ ഡീൽ ചെയ്യണമെന്ന്. പിന്നെയുള്ളത് വേവ്സ് ആണ്. അപ്പോൾ വേവ് എന്ന് പറയുന്നത് എല്ലാവിടെയും ഉള്ള സാധനമാണ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഓഷൻ വേവ്സ് വന്നിട്ട് നമ്മളെ ഇടിക്കും. അതൊരു എനർജി ട്രാൻസ്ഫർ ആണ്. ഈ വേവ് എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജിയെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനായിരിക്കും മിക്കവാറും ഈ വേവ്സ് ഉണ്ടാവുക. ഇപ്പം സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന ശബ്ദം ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും പോകും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ചെവി, നമ്മളിവിടെയാണ് ഇരിക്കണമെങ്കിൽ, ഓക്കെ ഇതാണ് നമ്മളെങ്കിൽ, ഇത് നമ്മുടെ ചെവി ആണെങ്കിൽ ഈ ചെവിയുടെ അകത്ത് ഈ വേവ് വന്നിടിക്കും. ആ വേവ് ഇടിച്ച വേവ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് ബ്രെയിനിൽ പോകുമ്പോൾ ബ്രെയിൻ അത് പാർട്ടായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് ബേസിക്കലി നടക്കുന്നത്. അപ്പോൾ ഈ വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ വാട്ടർ വേവ്സ് ഉണ്ട് അല്ലേ, നമുക്കിപ്പോൾ ഓഷനിലെ വെള്ളം അങ്ങനത്തെ വേവ്സ് ഉണ്ട്. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവാണ്. അങ്ങനത്തെ പിന്നെ ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേവാണ്. അത് നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ പിന്നെ ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വേവ് എന്ന് പറയുന്നത് ആക്ച്വലി വേവ്സ് എന്ന് പറയുന്നതും ഫിസിക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ വേവ്സിനെ പറ്റി പഠിക്കണതാണ് ഈ 14th ചാപ്റ്റർ. ഈ ഓസിലേഷനും വേവ്സും ഇത് രണ്ടും കുറച്ച് ബന്ധമുള്ള 2 ചാപ്റ്റേഴ്സാണ്. കാരണം ഒരു സാധനം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ എനർജി നമ്മൾ അടുത്ത ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അതൊരു വേവ് ആയിട്ട് മാറും. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏകദേശം ചാപ്റ്ററുകളെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെഷൻ ഞാൻ എടുത്തത് തന്നെ. ഇവിടെ വേവ്സ് എന്ന് പറയുന്നത് ഇവിടെ ടൈപ്സ് ഓഫ് വേവ്സിനെ പറ്റി നമ്മൾ നോക്കും. അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യണതും അതിൻ്റെ സ്പീഡ് എന്താണെന്നും
രണ്ട് വേവ്സ് തമ്മിൽ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് വേവ് എന്തായിരിക്കും? ചിലപ്പോൾ വേവേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഡബിൾ ആയിട്ട് വേവ് ഉണ്ടാവും. അതായത് എന്താണ്, ഇപ്പോൾ ഉള്ള വേവിൻ്റെ ഹൈറ്റിനെ കാട്ടി 2 times ആവും, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. പിന്നെ ഈ വേവ് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു എക്കോ എന്നൊക്കെ പറയില്ല, അത് എന്തുകൊണ്ടാണ്? ആക്ച്വലി വേവ് പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരണതുകൊണ്ടാണ്. ദൂരെ എവിടെയെങ്കിലും പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്കത് കേൾക്കണതാണ് എക്കോ ആയിട്ട് കാണുക. അപ്പോൾ വേവ്സ് റിഫ്ലക്റ്റും ചെയ്യും അല്ലേ. പിന്നെ ബീറ്റ്, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആയിട്ടൊന്ന് പറയാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫിസിക്സ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ക്ലാസ് 11th ടെക്സ്റ്റാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഫസ്റ്റ് 7 ചാപ്റ്റർ മെക്കാനിക്സ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ ഫിനോമിനാസ് അല്ലെങ്കിൽ മോഷൻ എന്നുള്ള ഒരു ഇത്. അതായത് ഇവിടെ നമ്മൾ എന്താണ് ബേസിക്കലി പഠിച്ചത്? നമ്മൾ പഠിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി, അതിൻ്റെ എല്ലാ മോഷനെയും പറ്റി. അതായത് ഇപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ബോൾ എറിഞ്ഞാൽ ആ ബോൾ എവിടെ പോയി നിൽക്കും, അത് എത്ര ദൂരം പോകും, അതിൻ്റെ വെലോസിറ്റി എന്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കാറിൻ്റെ എന്താണ് ഫോഴ്സ് ഇത്രയൊക്കെ ആണെങ്കിൽ അത് എവിടെ പോയി നിൽക്കും, അത് എങ്ങനെയാണ് പോകേണ്ടത്, അതിന് തിരിയാൻ പറ്റുമോ, അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇങ്ങനത്തെ മോഷൻസ്, അതായത് ഏതൊരു വസ്തു, ഏതൊരു ഒബ്ജക്റ്റും നമ്മുടെ യൂണിവേഴ്സിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററുകളിൽ പഠിച്ച ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ആ സാധനം മൂവ് ചെയ്യണത്. അപ്പോൾ അതിനെ പറ്റിയാണ് അല്ലെ, ഈ മൂവ്മെന്റിനെ പറ്റി കൂടുതൽ ഡെപ്തിലാണ് നമ്മൾ ഈ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചത്. ഇതൊക്കെ ഹൈലി ജനറൽ ആയിട്ടുള്ള, ഇതൊക്കെ എല്ലാവിടെയും അപ്ലൈ ആവുന്ന ചാപ്റ്റേഴ്സാണ് ഈ 5 ഒക്കെ. പിന്നെ ഇതല്ലാതെ റൊട്ടേഷണൽ മോഷൻ വരുമ്പോൾ അവിടെ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇതല്ലാതെ ഗ്രാവിറ്റേഷൻ, എപ്പോഴും നമ്മൾ ഗ്രാവിറ്റേഷനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗ്രാവിറ്റേഷൻ ഉള്ള സ്ഥലത്താണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഗ്രാവിറ്റേഷനെ പറ്റി എന്തായാലും നോക്കണ്ടേ. അപ്പോൾ അതിനെ പറ്റി കൂടിയുള്ള ചാപ്റ്ററാണ് ഇത്. അപ്പോൾ ഇതും കൂടിയൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ബോൾ എറിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഓടുകയും നമ്മുടെ കാർ ഓടുകയും ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളും എന്തൊക്കെ ഒരു മോഷൻ, ഒരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറയണത്, അവിടെ എങ്ങനെയാണ് അത് ഫ്യൂച്ചറിലേക്ക് പോവുക, അത് ഏത് വഴിയിലൂടെ പോവുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പോയി ഇവിടെ വന്ന് നിൽക്കും. അപ്പം ഇങ്ങനെ പോണ വഴിയും അത് എല്ലാ ഡിസ്റ്റൻസും അത് എത്ര കവർ ചെയ്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ അറിവ്, ഈ കിട്ടിയ നോളേജ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ബേസിക്കലി ഈ ചാപ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പാർട്ട് 2ലേക്ക് വരുമ്പോൾ പാർട്ട് 2ൽ ഒരു 2-3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ഈ 2 ചാപ്റ്റേഴ്സിനെയാണ് നമ്മൾ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിനെ ഒറ്റ ടോപ്പിക്കായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്കിൻ്റെ ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു സബ് ടോപ്പിക് എന്നുള്ള രീതിയിൽ പറയണത്. അതായത് ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. മാറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 2 ടൈപ്പ് ഉണ്ട്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഇവിടെ ഇത് ഫ്ലൂയിഡ് ആയിരിക്കില്ല, ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ലിക്വിഡ് എന്ന് പറയുന്നതിൽ നമുക്ക് ഗ്യാസ് ഉണ്ട്, ഫ്ലൂയിഡാണ്. ഓക്കെ, ഇനി പാർട്ട് 2 നോക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി സബ് ഡിവിഷൻസ് ചെയ്യാം. ഈ 8, 9 ഉള്ള ചാപ്റ്ററിനെ നമുക്ക് എന്താണ്, നമ്മളെ മാറ്ററിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോഷനെയാണ് നമ്മൾ പഠിച്ചത്. അതായത് എന്തെങ്കിലും സാധനം മൂവ് ചെയ്യുകയാണെങ്കിലാണ് പഠിച്ചത്. ഇവിടെ മൂവ്മെന്റ് ഒന്നും വേണ്ട, ഇവിടെ സാധാ ഇരിക്കണം ഒരു റബ്ബർ അല്ലെ. നമ്മൾ പറഞ്ഞ ഇറേസർ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതേമാതിരി ഒരു വുഡും ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ഇത് തമ്മിൽ കുറേ എന്തൊക്കെ വ്യത്യാസമുണ്ട്. അതിൻ്റെ എലാസ്റ്റിസിറ്റിയിൽ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഈ രണ്ട് സാധനവും സോളിഡാണ്. പക്ഷെ എന്നാലും ഇവർ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഇതെന്തൊക്കെയാണ് വ്യത്യാസം, ഈ വ്യത്യാസം വരുമ്പോൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള പഠിക്കുന്നതാണ് ഈ ചാപ്റ്ററുകൾ നമ്മൾ ബേസിക്കലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഈ 3 ചാപ്റ്റർ നമ്മുടെ 10, 11, 12 അല്ലേ, 10, 11, 12 ഈ 3 ചാപ്റ്ററിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഈ 3 ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? ഈ 3 ചാപ്റ്ററിൽ ബേസിക്കലി നമ്മൾ പഠിച്ചത് ടെമ്പറേച്ചറിനെയും തെർമൽ എനർജീനെ പറ്റിയാണ് അല്ലേ. ടെമ്പറേച്ചർ, ചൂട്, ഹീറ്റ്, ഇതിനെയൊക്കെ പറ്റിയാണ്. ഹീറ്റ് എനർജി എന്നൊക്കെ പറയും. അപ്പോൾ ഈ തെർമൽ പരിപാടി, ചൂട്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചൂടാവുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് വെള്ളം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവിയായിട്ട് അല്ലേ, വാട്ടർ സ്റ്റീമായിട്ട് മാറും. അതേമാതിരി ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറും. അങ്ങനെ നമുക്ക്
ടെമ്പറേച്ചർ വെച്ചിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗ്യാസിനെ ചൂടാക്കി അതെന്ത് പറ്റും, അതെങ്ങനെ മൂവ് ചെയ്യും, അതിനൊക്കെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതാണ് ഈ ചാപ്റ്ററുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് 2 ചാപ്റ്റർ നമ്മൾ പറഞ്ഞു, അതിനെ ഒറ്റതായിട്ട് പറയാം. ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു എനർജി കാരണം ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ, ഒരു മോഷനാണ്, അതിനെ ഓസിലേഷൻ. അത് കാരണം പിന്നെ അതൊരു വേവ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരും. അപ്പോൾ സൗണ്ട് വേവ്സ് അങ്ങനത്തെയൊക്കെ അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ 2 ചാപ്റ്റർ. അപ്പോൾ നമുക്ക് കണ്ടില്ല, ഈ ഫസ്റ്റ് 7 ചാപ്റ്റർ ഒരു രീതിയിൽ നമുക്ക് പറയാം അത് നമ്മുടെ മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ 2 ചാപ്റ്റർ മെറ്റീരിയലിനെ പറ്റിയാണ് പഠിക്കുന്നത്, അല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്റർ, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 3 ചാപ്റ്റർ തെർമൽ എനർജിയെ പറ്റിയാണ് പഠിക്കണം. ഈ 2 ചാപ്റ്റർ ഓസിലേഷൻ, വേവ് അങ്ങനെയൊക്കെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബേസിക്കലി +1 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. ഈ ഓരോ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ ലോസും കുറേ ഇക്വേഷൻസും അതെങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നും ആ ഓരോ ആപ്ലിക്കേഷൻസും ഇല്ലേ, എവിടെയൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് വരുന്നു, നമ്മുടെ എഞ്ചിനീയറിംഗിൽ എവിടെയൊക്കെ അതൊക്കെ ആപ്ലിക്കേഷൻ വരുന്നു, നേച്ചറിൽ എവിടെയൊക്കെ അത് ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു സിറ്റുവേഷൻ, പല പ്രോബ്ലംസിലും നമ്മൾ പല സിറ്റുവേഷൻസ് കാണും. അങ്ങനെ ആണെങ്കിൽ ഇത് ഇപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എന്താണ്, ഡിസ്റ്റൻസ് എത്ര പോകും, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസും വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസും ഒക്കെ നമുക്ക് നോക്കിയിട്ട് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ബേസിക് ഓവർവ്യൂ ഓഫ് ക്ലാസ് 11 ഫിസിക്സ്.